ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ നമ്പേഴ്സ് എന്ന് പറയുന്ന PYQ സീരീസിൻ്റെ ടോപ്പിക്ക് ഓരോ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 2021, 2022, 2023 3 വർഷങ്ങളിലെ ചോദ്യങ്ങൾ, ഈ ടോപ്പിക്കിന് കീഴിൽ വന്ന മുഴുവൻ ചോദ്യങ്ങളും 10th ലെവൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് 2024 ചോദ്യങ്ങൾ ചെയ്യാനാണ്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. 2024 ആകെ 58 ചോദ്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വിൽക്രമത്തിൻ്റെ 16 മടങ്ങാണ് എങ്കിൽ ഏതാണ് ആ സംഖ്യ? 4 ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു എണ്ണൽ സംഖ്യ നമുക്കറിയില്ല. ഞാൻ എന്ത് പറഞ്ഞു? അറിയാത്തൊരു സാധനത്തിനെ എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണമെങ്കിലും വിചാരിക്കാം. സോ നമ്മൾ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആയി പരിഗണിക്കുന്നു. അതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ എന്താ? വിൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ സംഖ്യയെ തിരിച്ചിടുന്നത്. എക്സ് എന്ന് പറയുന്നത് x/1 എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലർക്ക് സംശയം ഉണ്ടാവും, പറഞ്ഞുതരാം. അതായത് 5 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 5/1 എന്നും എഴുതാം അല്ലേ. 10 എന്ന് പറയുന്ന സംഖ്യയെ 10/1 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സിനെ നമുക്ക് x/1 എന്ന് എഴുതുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ എന്താ? വിൽക്രമം എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന ഛേദം മുകളിലെത്തും, മുകളിൽ കിടക്കുന്ന അംശം താഴെയെത്തും. ഛേദം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ, താഴെ കിടക്കുന്ന ആള്. അതാരാ? 1. അത് മുകളിലേക്കെത്തി. മുകളിൽ കിടക്കുന്ന എക്സ്, അംശമായ എക്സ്, ന്യൂമറേറ്ററായ എക്സ്, അത് താഴേക്കെത്തി. ഓക്കെ. അപ്പോൾ ഒരു സംഖ്യയുടെ വിൽക്രമം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിടുന്നു, മുകളിൽ ഒരു 1 വരുന്നു. ഓക്കെ. അപ്പോൾ വിൽക്രമം എന്ന് പറയുന്നത് 1/x ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സംഖ്യ എന്ന് പറയുന്നത് ഈ വിൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. 16 മടങ്ങ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. മടങ്ങ് എന്ന് പറഞ്ഞാൽ അത് ഗുണനമാണ്, ഗുണിക്കലാണ്. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൊണ്ട് ഗുണിക്കും. 3 മടങ്ങാണെങ്കിൽ 3 കൊണ്ട് ഗുണിക്കും. ഇവിടെ 16 മടങ്ങാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ 16 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 1 × 16 16/x. അപ്പോൾ x സമം 16/x എന്നായി. നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം അല്ലേ. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ x × x² സമം 16 ഗുണിക്കണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ലേ. ആരുമില്ലാത്തവനെ ഒന്നുണ്ട്, കടവുളുണ്ടെന്ന് പറയുന്ന പോലെ ഒന്നുണ്ട്. ഓക്കെ. 16 ഗുണിക്കണം 1, അത് 16 ആണ്. എക്സിന്റെ വർഗം എന്ന് പറയുന്നത് 16 ആണെങ്കിൽ എക്സ് എത്രയാണ്? ഈ വർഗം, ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ സ്ക്വയറിന്റെ ഓപ്പോസിറ്റായി മാറുന്നു. സ്ക്വയറിന്റെ ഓപ്പോസിറ്റായി മാറിയാൽ അതെന്താകും? റൂട്ടാകും. റൂട്ട് 16. 16ന്റെ റൂട്ട് എത്രയാ? നമുക്കറിയാം, അത് 4 ആണ്. ഉത്തരം റെഡി. ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ആദ്യത്തെ 52 വരെയുള്ള പൂർണ്ണസംഖ്യകളിൽ 2 എന്ന സംഖ്യ എത്ര തവണ ദൃശ്യമാകും? എത്ര തവണ 2നെ കാണാൻ പറ്റും? അപ്പോൾ ആദ്യം വരുന്ന ആള് 2. അടുത്തത് ആരായിരിക്കും? 12. അടുത്തത് ആരായിരിക്കും? 20 ആയിരിക്കില്ലേ. 12 കഴിഞ്ഞാൽ വരുന്ന 2 വരുന്ന സംഖ്യ 20 ആയിരിക്കും. പിന്നെ 21, 22, 23, 24, 25, 26, 27, 28, 29 ഇത്രയും സംഖ്യകളിൽ 2 വരും. പിന്നെ ആരാ വരിക? 32-ൽ 2 ഉണ്ട്, 42-ൽ 2 ഉണ്ട്, 52-ലും 2 ഉണ്ട്. 52 വരെ എന്ന് പറഞ്ഞ്. സോ നമുക്ക് 52-നെയും ഉൾപ്പെടുത്താം. ഇടയിൽ എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ആ സംഖ്യകളെ ഒഴിവാക്കി നിർത്തുന്നത്. അപ്പോൾ ഇവിടെ 52 വരെ എന്ന് പറഞ്ഞത് കൊണ്ട് 52-നെയും ഉൾപ്പെടുത്തണം, മാറിപ്പോകരുത്. മക്കളെ, എത്ര 2 ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ആകെ 16 2കൾ എന്ന് കണ്ടുപിടിച്ചു.
ഓക്കെ, ഇതിങ്ങനെ എഴുതി സമയം കളയണമെന്നില്ല, നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? എടാ 52 വരെ എന്ന് പറഞ്ഞാൽ രണ്ടക്ക സംഖ്യയാണ് അല്ലേ? 52 വരെ എന്ന് പറഞ്ഞാൽ 52 2 ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് നമ്പറാണ് 52 എന്ന് പറയുന്നത് അല്ലേ? എത്ര സ്ഥാനങ്ങൾ? 2 സ്ഥാനങ്ങൾ. ഒറ്റയുടെ സ്ഥാനം, 10ന്റെ സ്ഥാനം. ഇപ്പോൾ 10ന്റെ സ്ഥാനത്ത് എത്ര 2 വരും? ഒറ്റയുടെ സ്ഥാനത്ത് യൂണിറ്റ് ഡിജിറ്റിൽ, യൂണിറ്റ് പ്ലേസിൽ 2 വരാൻ സാധ്യതയുള്ളത് ചുമ്മാ എണ്ണി നോക്കാം. 2, 12, 22, 32, 42, 52. നമുക്ക് 6 എണ്ണം കിട്ടി. ഓക്കെ, ഓരോ 10ന്റെ കൂട്ടത്തിലും 10 എണ്ണം ഉണ്ടാവും. എന്ന് വെച്ചാൽ 20 മുതൽ 30 വരെ എത്ര 2 എന്ന് ചോദിച്ചാൽ 10 എണ്ണമാണ്. നമുക്ക് നോക്കാം. ഇനി ഇപ്പോൾ യൂണിറ്റ് പ്ലേസിൽ നമ്മൾ കണ്ടുപിടിച്ചു 6 എണ്ണം. 6 എണ്ണം യൂണിറ്റ് പ്ലേസിൽ. ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന 2കൾ 6 എണ്ണം. ഇനി 10ന്റെ സ്ഥാനത്ത്, 10th പ്ലേസിൽ 10ന്റെ സ്ഥാനത്ത് വരുന്ന 2കൾ എത്രയാ? 20ൽ നിന്ന് തുടങ്ങുന്നത്. 20, 21, 22, 23, 24, 25, 26, 27, 28, 29. എത്ര എണ്ണമായി? 10 എണ്ണം. ഓക്കെ, 22ൽ നമ്മൾ 10ന്റെ സ്ഥാനത്തുള്ളത് മാത്രമാട്ടോ ഇപ്പോൾ എണ്ണിയത്. ഈ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന 2നെ നമ്മൾ നേരത്തെ എണ്ണി, യൂണിറ്റ് പ്ലേസിൽ വരുന്ന 2കളുടെ കൂട്ടത്തിൽ എണ്ണി. അപ്പോൾ കൺഫ്യൂഷൻ ആകരുത്. അപ്പോൾ ആകെ എത്ര 2കൾ എന്ന് ചോദിച്ചാൽ എത്രയാണ് മക്കളെ? ആകെ 16 2കളാണ്. ആകെ 16 2കൾ. അപ്പോൾ ഇതൊക്കെ ലോജിക്ക് വെച്ച് നമുക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ടെൻഷൻ അടിക്കാതെ ഓരോന്നായി പഠിക്കുക. പതിയെ തുടങ്ങി ലാസ്റ്റ് നമ്മളെല്ലാവരും എക്സ്പേർട്ടാവും. ഈ കാര്യത്തിൽ എക്സ്പേർട്ടാവും. കണക്കിനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇങ്ങനെ: 28ന്റെ ക്യൂബ് പ്ലസ് -15ന്റെ ക്യൂബ്. ചോദ്യത്തിൽ ഒരു പെശകുണ്ട് അല്ലേ? ഓക്കെ, ഞാനിത് ഇവിടെ എഴുതാട്ടോ. ചോദ്യം ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്: 28 ക്യൂബ് പ്ലസ് -15ന്റെ ക്യൂബ് പ്ലസ് -13ന്റെ ക്യൂബ്. ഓക്കെ, ഇതിൻ്റെ വില എന്ത്? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ത്? എടാ, നമുക്കൊരു കാര്യം അറിയാം. 28ന്റെ ക്യൂബ് 28 ഗുണം 28 ഗുണം 28. 28നെ 1, 2, 3 പ്രാവശ്യം ഗുണിക്കുന്നതാണ്. PSC എക്സാം ഹാളിലിരുന്ന് ഇത്രയും ക്യൂബുകളൊക്കെ കണ്ട് അവസാനം അതിനെ കൂട്ടി കണ്ടുപിടിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഗുണിച്ച് ശേഷം കൂട്ടി കണ്ടുപിടിക്കേണ്ട രീതിയല്ല നമ്മൾ എക്സാം ഹാളിൽ എടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ വേറെ എങ്ങനെ ചെയ്യും? അതിനൊരു കാര്യം നമ്മൾ അറിയണം. ഒരു ബീജഗണിത സൂത്രവാക്യം നമ്മൾ അറിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ സമയം കളയാതെ വേഗത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. 28 ക്യൂബ് പ്ലസ് -15ന്റെ ക്യൂബ് പ്ലസ് -13ന്റെ ക്യൂബാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓർത്തോ, A പ്ലസ് B പ്ലസ് C 3 സംഖ്യകൾ. ആ സംഖ്യകൾ ഞാൻ A എന്നും B എന്നും C എന്നും പരിഗണിച്ചാൽ ആ 3 സംഖ്യകളുടെ തുക, ആ 3 സംഖ്യകളെ പരസ്പരം കൂട്ടിയാൽ കിട്ടുന്നത് 0 ആണെങ്കിൽ, ഈ 3 സംഖ്യകളെ പരസ്പരം കൂട്ടിയാൽ കിട്ടുന്നത് 0 ആണെങ്കിൽ മക്കളെ അതിൻ്റെ ക്യൂബുകളുടെ തുക A ക്യൂബ് പ്ലസ് B ക്യൂബ് പ്ലസ് C ക്യൂബ് എന്ന് പറയുന്നത് ഈ 3 സംഖ്യകളുടെ ഗണങ്ങളുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് 3ABC ആയിരിക്കും. അതായത് ആ സംഖ്യകളുടെ ഗുണനഫലത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു സമവാക്യമാണ്. ഈ ഒരു ബീജഗണിത വാക്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ചെയ്യാലോടാ. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളെ പരസ്പരം കൂട്ടുമ്പോൾ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 0 കിട്ടും. കാരണം ഈ ക്യൂബുകളാണ്, 3 എണ്ണമാണ്. അവരെ പരസ്പരം കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവയുടെ തുക ഉറപ്പായും 0 ആയിരിക്കും. PSC ഹാളിൽ അല്ലാതെ ഒരു സാധ്യതയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ A, B, C എന്ന് പറയുന്ന സംഖ്യകൾ ആരൊക്കെ? ഇവിടെ A എന്ന് പറയുന്നത് 28ഉം B എന്ന് പറയുന്നത് എത്രയാ? 15 ആണെന്ന് പറയരുത്. അതിൻ്റെ മുന്നിലുള്ള ചിഹ്നം മറക്കരുത്. അത് -15 ആണ്. ഓക്കെ, C എന്ന് പറയുന്നത് എത്രയാ?
അത് -13. ഈ 3 സംഖ്യകൾ കൂട്ടിയാൽ 0 കിട്ടുന്നുണ്ടോ നോക്കണം. 28 പ്ലസ് -15 പ്ലസ് -13 എത്ര നോക്കാം നമുക്ക്. ഓക്കെ, 28 ഞാൻ പറഞ്ഞു ഒരേപോലെയുള്ള ചിഹ്നങ്ങളാണ് ഒരുമിച്ച് വരുന്നതെങ്കിൽ അത് പ്ലസ് ആയി മാറും. അപ്പോൾ വേറെ വേറെ ചിഹ്നങ്ങളാണെങ്കിലോ യെസ് അത് മൈനസ് ആയിരിക്കും. ഇവിടെ പ്ലസും മൈനസും ഒരുമിച്ച് വന്നിട്ടുണ്ട്, പ്ലസും മൈനസും ഒരുമിച്ച് വന്നിട്ടുണ്ട്. സോ നമുക്കതിനെ മൈനസ് എന്നെടുക്കാം. ഒരേപോലെയുള്ള ചിഹ്നങ്ങളാണെങ്കിൽ അത് പ്ലസ് ആണ്. ഇവിടെ വേറെ വേറെ ചിഹ്നം വ്യത്യസ്തമായിട്ടുള്ള ചിഹ്നങ്ങളാണ്. സോ -15. ഇത് ഇവിടെയും പ്ലസും മൈനസോ വന്നിരിക്കുന്നത്, പ്ലസും മൈനസോ വന്നിരിക്കുന്നത് വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. സോ ഇവിടെ വീണ്ടും -13. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? പോസിറ്റീവുകളെല്ലാം ഒരുമിപ്പിക്കുക, നെഗറ്റീവുകളെല്ലാം ഒരുമിപ്പിക്കുക. അങ്ങനെ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താ? ലോജിക്കലി പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം, തെറ്റാതെ ഉത്തരത്തിലേക്ക് എത്താം. ഇവിടെ പോസിറ്റീവ് സംഖ്യയായിട്ട് ആരേ ഉള്ളൂ? അത് 28 ഉള്ളൂ. നമ്മൾ ആ 28 എഴുതി. ഇനി നെഗറ്റീവ് സംഖ്യകൾ ഞാൻ -8 വെച്ചു. നെഗറ്റീവ് സംഖ്യകളെല്ലാം ഒരുമിപ്പിക്കുക. ആരൊക്കെയാ? ഒരു -15 ഉണ്ട്, ഒരു -13 ഉണ്ട്. അവരെ ഒരുമിപ്പിച്ചാൽ, ചേർത്ത് വെച്ചാൽ, കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 15 രൂപ മൈനസ്, ഞാൻ പറഞ്ഞു പ്ലസ് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള കാശ്, മൈനസ് എന്ന് പറഞ്ഞാൽ കടം, കൊടുത്ത് തീർത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ 15 രൂപ കടമുള്ള ഒരാൾക്ക് വീണ്ടും ഒരു 13 രൂപ കടം. ഓക്കെ, -15 -13 ആകെ കടം, ആകെ മൊത്തത്തിൽ -8 വെച്ചു. എത്ര കടം? 15ഉം 13ഉം കൂട്ടിയാൽ എത്രയാടാ? അത് 28 അല്ലേ? ഇനി നോക്കിക്കേ, 28 - 28 എത്രയാ? 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ 3 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 0 ആണ്. ഈ കണ്ടീഷൻ a + b + c എന്ന് പറയുന്ന കണ്ടീഷൻ, a + b + c = 0 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അത് ശരിയായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് പറയാം? a³ + b³ + c³ എന്ന് പറയുന്നത്, ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താ? 28ന്റെ ക്യൂബ്, പ്ലസ് b എന്ന് പറയുന്നത് -15 ആണ്, അതിൻ്റെ ക്യൂബ്, പ്ലസ് c എന്ന് പറയുന്നത് -13 ആണ്, അതിൻ്റെ ക്യൂബ്. ഇതെന്തായിരിക്കും? അത് 3 ഗുണം a × b × c എന്ന് വെച്ചാൽ a എന്താണ്? 28 ഇൻറ്റു b എന്താണ്? -15 ഇൻറ്റു c എന്താണ്? -13. ഓക്കെ, നോക്കൂ. അപ്പോൾ ഇവരെ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഉത്തരം. എങ്ങനെ? ഇവരെല്ലാം കൂടി ഗുണിച്ചാൽ നമുക്ക്, ഞാൻ നേരത്തെ ഗുണിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഗുണിക്കുക. ഇവിടെ 2 നെഗറ്റീവ് സംഖ്യകളെ ഗുണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആണെന്ന് തോന്നരുത്. ഗുണനത്തിലും ഹരണത്തിലും അഥവാ ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ ഉത്തരത്തിൽ പ്ലസ് ആയിരിക്കും, ഉത്തരത്തിൽ പ്ലസ്. ഇനി വേറെ വേറെ ചിഹ്നങ്ങൾ, വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ ഉത്തരത്തിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒരേ ചിഹ്നമാണെങ്കിൽ പോസിറ്റീവ്, വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ നെഗറ്റീവ്. ഇവിടെ ഒരേ ചിഹ്നമാണ് ഗുണിച്ചിരിക്കുന്നത്, മൈനസും ഗുണിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി മാറും. അപ്പോൾ 3 ഗുണം 28 ഗുണം 15 ഗുണം 13 ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ് ഇത് ചെയ്താലും കിട്ടുന്ന ഉത്തരം. ഞാൻ ചിഹ്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 16,380. 16,380 ഞാൻ ഇവിടെ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം 16,380 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ബീജഗണിത സമവാക്യം ഇതാണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യ. ഇതെന്താ സാധനം? ഒറ്റ എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യകളിൽ ഒറ്റയായിട്ടുള്ളത്. നേരെ ഇങ്ങനെ പിടിക്കേണ്ട, മൂക്ക് വളഞ്ഞു പിടിച്ചു എന്നേ ഉള്ളൂ. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ ഒറ്റ എണ്ണൽ സംഖ്യ അഥവാ ഒറ്റ സംഖ്യ തന്നെ. കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ 5
അടുത്ത ഒറ്റ സംഖ്യ 7, അടുത്തത് 9, അങ്ങനെ പോയി 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണണം. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? ഒറ്റ സംഖ്യകളുടെ തുക n² ആണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ലാസ്റ്റ് കിടക്കുന്നത് 25 ആണ്. സോ 25ന്റെ സ്ക്വയർ എടുത്തിട്ട് കണ്ട് 625 എന്ന് ഉത്തരത്തിൽ എഴുതരുത്. ഓപ്ഷനിലുണ്ടോ നോക്കട്ടെ. ഭാഗ്യം, ഓപ്ഷനിലില്ല. ഓക്കെ. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ റിസ്കിലേക്കൊന്നും പോകരുത്. നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനുള്ളിൽ ആകെ എത്ര പദങ്ങളുണ്ട്, എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനുള്ളിൽ കിടക്കുന്ന സംഖ്യകളുടെ എണ്ണം അഥവാ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു സൂത്രവാക്യമുണ്ട്. പദങ്ങളുടെ എണ്ണം. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് അവസാന പദം, ലാസ്റ്റ് ടേം, അവസാന പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കും, ഫസ്റ്റ് ടേം കുറയ്ക്കും. എന്നിട്ടോ ഇവയ്ക്കിടയിൽ വരുന്ന വ്യത്യാസം, ഇവയ്ക്കിടയിൽ വരുന്ന പൊതുവായ വ്യത്യാസം, പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കും. കിട്ടുന്ന ഉത്തരത്തെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കും. ആ കിട്ടുന്ന ഉത്തരത്തിനെ നമ്മൾ 1 കൂട്ടും. ആ കിട്ടുന്ന ഉത്തരത്തിനൊപ്പം 1 കൂട്ടും. മക്കളെ, ഇത് ഒറ്റ സംഖ്യകളാണ്. ഇവയ്ക്കിടയിൽ വരുന്ന അകലം, ഇന്റർവെൽ, ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും 2 ആണ്. സോ നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ അവസാന പദം എത്രയാ? അവസാന പദം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഒരു സാധനം. ഇത് നിങ്ങൾ പഠിച്ചാൽ നല്ലത്. ഓക്കെ, നമുക്ക് ചെയ്യാം. അവസാന പദം ഇവിടെ 25, ആദ്യ പദം എന്ന് പറയുന്നത് 5. പൊതുവ്യത്യാസം, ഇവയ്ക്കിടയിൽ വരുന്ന കോമൺ ആയി വരുന്ന ഡിഫറൻസ് എത്രയാ? 2 അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ചിലർ ഇവിടെ വെച്ച് നിർത്തും. ആ 1 കൂട്ടാൻ മറന്നു പോകും, ഉത്തരം തെറ്റും. ആ 1 കൂട്ടണം. തെറ്റാൻ സാധ്യതയുള്ളത് നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കി വെച്ചോ, എക്സാം ഹാളിൽ പോയിട്ട് തെറ്റിക്കാതിരിക്കാം. ഓക്കെ. അപ്പോൾ 25ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 20. 20/2 + 1. 20ന്റെ പകുതി എന്ന് പറയുന്നത് 10. 10ന്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് 11 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മളിവിടെ ചെയ്തത്? എത്ര പദങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചു. 5 മുതൽ 25 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇവരുടെ തുക കണ്ടുപിടിക്കണം. ഇവരുടെ തുക കാണാൻ സമാന്തര ശ്രേണികളിൽ ആദ്യത്തെ പദവും അവസാനത്തെ പദവും തന്നിട്ടുണ്ടെങ്കിൽ ഈ സൂത്രവാക്യം ഉപയോഗിക്കുന്നതാണ് നല്ലത്. തുക കാണാൻ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. എന്താ ചെയ്യുന്നത്? എത്ര പദങ്ങളുണ്ടോ അതാണ് n എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ടേംസ്. എത്ര പദങ്ങളുണ്ടോ, ഇവിടെ പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 5 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് ഇവിടുത്തെ പദങ്ങളുടെ എണ്ണം. ഓക്കെ. അതെത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? n എത്രയാ? n നമുക്ക് കിട്ടി, അത് 11 ആണ്. n കിട്ടി 11 ആണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട മറ്റൊരു സൂത്രവാക്യമാണ് കേട്ടോ. നമ്മൾ ഈ ടോപ്പിക് വൈസ് ക്ലാസ്സുകളിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, കുറേ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യും, സെറ്റാക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് തുക കാണാം. തുക എന്ന് പറയുന്നത് n/2. n നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അത് 11/2 ആണ്. 11/2. n എന്ന് പറയുന്നത് 11, അപ്പോൾ n/2 എന്ന് പറയുന്നത് 11/2. ഫസ്റ്റ് ടേം എത്രയാടാ? 5 പ്ലസ് ലാസ്റ്റ് ടേം, അവസാന പദം, അത് 25 കിട്ടി. അപ്പോൾ 11/2 ഇൻറ്റു 25ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 30. 11/2 ഗുണനം 30 എന്ന് കിട്ടി. 30നെ നമുക്ക് ചെറുതാക്കാലോ, 2 കൊണ്ട് ചെറുതാക്കാലോ. 30ന്റെ പകുതി എത്രയാ? 15. 30ന്റെ പകുതി 15. അപ്പോൾ 11 ഗുണം 15 ചെയ്താൽ ഉത്തരമായി. എത്രയാ? 11 ഗുണിക്കണം 15. 11 ഗുണിക്കണം 15ന്റെ ഉത്തരം 165 ആണ്. 165 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, 165. അപ്പോൾ ചോദിക്കും, ഇതെങ്ങനെ ഗുണിക്കാതെ പെട്ടെന്ന് കിട്ടിയത്? 11 കൊണ്ട് ഗുണിക്കാൻ ഒരു പ്രയാസമില്ല. 2 അക്ക സംഖ്യ ആണെങ്കിലും 3 അക്ക സംഖ്യ ആണെങ്കിലും
11 കൊണ്ട് ഗുണിക്കാൻ ഒരു പ്രയാസമില്ല. ഞാനത് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. 15നെയാണ് നമ്മളിവിടെ ഗുണിച്ചത് അല്ലേ? 11 കൊണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി, അവസാനത്തെ ഡിജിറ്റ് ഉത്തരത്തിൻ്റെ അവസാനം എഴുതും. അവസാനത്തെ ഡിജിറ്റ് ഉത്തരത്തിൻ്റെ അവസാനം എഴുതും. 5. ഈ രണ്ട് സംഖ്യയിലെ 2 അക്കങ്ങൾ പരസ്പരം കൂട്ടി എഴുതും. 1ഉം 5ഉം കൂടി കൂട്ടിയാൽ അത് 6. ഇനി ചെയ്യുന്നത് ആദ്യത്തെ ഡിജിറ്റ്, ആദ്യത്തെ അക്കം അത് ആദ്യം എഴുതും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഒന്നുകൂടി പറയാം. അവസാനത്തെ അക്കം അവസാനം, 2ഉം കൂടി ചേർത്ത് നടുവിൽ, ആദ്യത്തെ അക്കം ആദ്യം. വേറൊരു എക്സാമ്പിൾ പറയട്ടെ. 36 ഗുണിക്കണം 11. ഒപ്പം പറഞ്ഞേ, ഉത്തരം എന്തായിരിക്കും? അവസാനത്തെ ഡിജിറ്റിന് ഞാൻ അവസാനം എഴുതി 6. 3ഉം 6ഉം അക്കങ്ങൾ തമ്മിൽ കൂട്ടി നടുവിലിട്ടു. 3ഉം 6ഉം കൂടി കൂട്ടിയാൽ 9. ഇനി എന്ത് ചെയ്യണം? ആദ്യത്തെ അക്കം അത് 3. ഉത്തരം 396. എങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി. 86 ഗുണം 11. 86 ഗുണം 11. ഉത്തരം അവസാനത്തെ അക്കം അവസാനം എഴുതി. 2 ഡിജിറ്റുകളും തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്നത് 8ഉം 6ഉം കൂട്ടിയാൽ കിട്ടുന്നത് 14. ഇവിടെ കൊണ്ടുപോയിട്ട് 14 എന്ന് എഴുതി വെക്കരുത്. ഒരു ഡിജിറ്റ് എഴുതാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ എഴുതേണ്ടത് എന്താ? 4 മാത്രം എഴുതാൻ പാടുള്ളൂ. 14 8ഉം 6ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത്. നമ്മളതിൽ 4 മാത്രം എഴുതുന്നു. 1നെ ക്യാരി ഫോർവേഡ് ചെയ്തു, അപ്പുറത്തേക്ക് തൽക്കാലം മാറ്റി വെച്ചു. ആ 1 എന്ത് ചെയ്യണം? ആദ്യം കിടക്കുന്ന ഡിജിറ്റ് ആദ്യത്തെ അക്കത്തിൻ്റെ ഒപ്പം ചേർത്ത് എഴുതണം. ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8ആണ്. ആ 8ൻ്റെ ഒപ്പം 1 ചേർത്താൽ നമുക്ക് കിട്ടുന്നത് 9. ഓക്കെ, സെറ്റാണ്. അപ്പോൾ 2 ഡിജിറ്റുകളെ 11 കൊണ്ട് ഗുണിക്കാൻ പഠിച്ചു. ഇനി 3 ഡിജിറ്റ് ആണെങ്കിലും 4 ഡിജിറ്റ് ആണെങ്കിലും ഒക്കെ ഇതേപോലെ വഴികളുണ്ട്. നമുക്കത് ഓരോ ചോദ്യങ്ങൾക്കിടയിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 5ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക 6 ആണെങ്കിൽ ഏതാണ് ആ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 3 + 2 √2, 2 + √3, 5 + √2, √5 - 2 ഒക്കെയാണ്. ഇത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിൽ? ഒരു സംഖ്യ നമുക്കറിയില്ല. സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു. ഈ സംഖ്യയുടെ വിൽക്രമം എന്താ? എക്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു നേരെ തലതിരിയും. വിൽക്രമം എടുത്താൽ എന്തായി? എക്സ് താഴേക്ക് പോവും, താഴെ കിടക്കുന്ന 1 മുകളിലെത്തും. അപ്പോൾ 1/x. 5ന്റെ വിൽക്രമം ചോദിച്ചാൽ 1/5. 10ന്റെ വിൽക്രമം ചോദിച്ചാൽ 1/10. 20ന്റെ വിൽക്രമാണെങ്കിൽ 1/20. y എന്ന് പറയുന്ന സംഖ്യയുടെ വിൽക്രമം 1/y. a എന്ന് പറയുന്ന സംഖ്യയുടെ വിൽക്രമം 1/a. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വിൽക്രമം 1/x. സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഈ 2 സംഖ്യകൾ ഏതൊക്കെ? ഈ സംഖ്യയും ആ സംഖ്യയുടെ വിൽക്രമവും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 6. ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം x + 1/x. അതായത് ഒരു സംഖ്യയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക, ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതൊരു കോൺസ്റ്റന്റ് വിലയായിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഞാനതിനിപ്പോൾ ഇവിടെ തൽക്കാലം k എന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു വാല്യൂ, എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ, സ്ഥിര മൂല്യമുള്ള ഒരു സംഖ്യ ആണ് k എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത്, എക്സിൻ്റെ വില എന്ന് പറയുന്നത്, ഈ സാധനം നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് k ± √k² -4 all divided by 2. എന്താ പറഞ്ഞേ? എക്സ് + 1/x, ഒരു സംഖ്യ അതിൻ്റെ വിൽക്രമം, ഇത് രണ്ടിൻ്റെയും തുക നമുക്ക് ഒരു കോൺസ്റ്റന്റ് സംഖ്യയെ തന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ എക്സ് എന്ന് പറയുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ k ± √k² -4 all divided by 2. ഇത് ചെയ്യണം. ഓക്കെ, ഈ റൂട്ടും സ്ക്വയറും ഒക്കെ കണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട, സമാധാനത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ഇത് സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിടുക, നോട്ടായിട്ട് പഠിക്കുക. ഓക്കെ, ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പോൾ എക്സ് + 1/x = k എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതായത് ഒരു സംഖ്യ, അതിൻ്റെ വിൽക്രമം, അവരുടെ തുക. ഇതേപോലെ
ഒരു സംഖ്യയും അതിൻ്റെ വിൽക്രമവും അവർ തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാൻ ഇതേ സാധനം തന്നെ കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് കെ സ്ക്വയർ പ്ലസ് 4. എന്താ വ്യത്യാസം എന്ന് മനസ്സിലായോ? രണ്ട് ഇക്വേഷൻ തമ്മിൽ. ഇവിടെ ചിഹ്നം പ്ലസ് ആയപ്പോൾ റൂട്ടിനകത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മൈനസ്. ഇവിടെ ചിഹ്നം മൈനസ് ആയപ്പോൾ റൂട്ടിനകത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്ലസ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കണം. ഇതും കൂടി സൈഡിൽ എഴുതി വെച്ചോ. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ഇടയ്ക്കൊക്കെ ആവശ്യം വരും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എക്സിൻ്റെ വില കാണാൻ കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് കെ സ്ക്വയർ -4 ഓൾ ഡിവൈഡഡ് ബൈ 2. ഇവിടെ എന്താ കെ എന്ന് പറയുന്നത്? കെയുടെ വില എത്രയാണ് മക്കളെ? 6 അല്ലേ? തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ആണ് കെ. അപ്പം കെ എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മളെ വില ഇട്ട് കൊടുത്താൽ മതി. കെയുടെ സ്ഥാനത്ത് 6 ഇട്ട് കൊടുത്തു. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ എന്ന് വെച്ചാൽ 6ന്റെ വർഗം -4 ഓൾ ഡിവൈഡഡ് ബൈ 2 സമം 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 6ന്റെ വർഗം 6 36 ആണ് -4 ഓൾ ഡിവൈഡഡ് ബൈ 2 സമം 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 36ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്നത് 32 ഓൾ ഡിവൈഡഡ് ബൈ 2. ഇത്രയും സെറ്റാണോ? ഇനി റൂട്ട് 32 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. റൂട്ട് 32 കണ്ടുപിടിക്കാലോ. എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 32നെ ഘടകക്രിയ ചെയ്യണം. 32നെ 2 കൊണ്ട് ചെറുതാക്കാം, ഇരട്ട സംഖ്യ ആയതുകൊണ്ട്. 32ന്റെ പകുതി 16, വീണ്ടും 2 കൊണ്ട് ചെറുതാക്കിയാൽ 16ന്റെ പകുതി 8, വീണ്ടും 2 കൊണ്ട് ചെറുതാക്കിയാൽ 8ന്റെ പകുതി 4, വീണ്ടും 2 കൊണ്ട് ചെറുതാക്കിയാൽ 4ന്റെ പകുതി 2 അല്ലേ? ഇനി എന്ത് ചെയ്യാം? 2 തവണ ഒരേ സംഖ്യ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേരെ നമുക്ക് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കാം. ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതാം. റൂട്ട് 32 എന്നതിനെ നമുക്ക് റൂട്ട് ഓഫ്, ഇനി ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. അപ്പം ഇനി ഇവിടെ കിട്ടിയിരിക്കുന്ന ആളുകളൊക്കെ എഴുതി വെച്ചാൽ മതി. 2 × 2 × 2 × 2 × 2. ഓക്കെ, ഞാനെന്താ പറഞ്ഞേ? ഒരേ സംഖ്യ 2 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരാളെ പുറത്തേക്ക് വലിക്കാം. ഇവിടെ 2 എന്ന് പറയുന്ന സംഖ്യ ഡബിൾ, നമ്മളതിൽ നിന്ന് ഒരു 2നെ പുറത്തേക്ക് എടുത്തു. വീണ്ടും ഇവിടെ 2 എന്ന് പറയുന്ന സംഖ്യ ഡബിൾ, നമ്മൾ വീണ്ടും അങ്ങേരെ പുറത്തേക്ക് എടുത്തു. പക്ഷേ ഇയാൾക്ക് കൂട്ടില്ല, ഇയാൾ ഒറ്റയ്ക്കാണ്. അയാളെ പുറത്തേക്ക് വലിക്കാൻ തൽക്കാലം നമുക്ക് പറ്റില്ല. സോ അയാളെ നമ്മൾ റൂട്ടിനകത്ത് തന്നെ കൂട്ടിയിടണം. ഓക്കെ, ഇനി ഇവരെ ഗുണിക്കുക. 2 × 2 × √2 എന്ന് പറയുന്നത് 4√2 ആയി. 4√2. അപ്പോൾ 32 റൂട്ട് 32 എന്ന് പറയുന്നത് 4√2 ആണ്. അപ്പോൾ ഈ 32ന്റെ സ്ഥാനത്ത് നമ്മളിനി എന്ത് കൊടുക്കും? 4√2 കൊടുക്കും. അപ്പോൾ നമുക്ക് എഴുതാം. ഇത്രയും മാറിയിരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി എഴുതാം കേട്ടോ. ഇതിൻ്റെ ബാക്കി എന്താ? സമം 6 പ്ലസ് ഓർ മൈനസ്, ഇനി റൂട്ട് 32ന് പകരം നമ്മൾ എന്തെഴുതും? 4√2 എന്നെഴുതും. 4√2 ഓൾ ഡിവൈഡഡ് ബൈ 2. ഇത്രയും ക്ലിയർ അല്ലേ? നിങ്ങൾ ഈ ചോദ്യം ചെയ്യുന്ന വഴികൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണണം. ഓക്കെ, 2 or 3 തവണ കണ്ടാലും തെറ്റില്ല. ഇത് കുറച്ച് കോംപ്രിഹെൻസ് ചെയ്യാൻ ഇച്ചിരി പാടുള്ള സാധനമാണ്. അപ്പോൾ കണക്കിനൊക്കെ വെറുപ്പുള്ള ആളുകളുണ്ടാവും, കണക്ക് ബേസ് ഇല്ലാത്ത ആളുകളുണ്ടാവും. എന്തായാലും നമുക്കത് പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഈ സാധനം 2 or 3 തവണ കാണുക, സെറ്റാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എടാ, ഇവിടെ 2 പദങ്ങളുണ്ട്. 6 എന്ന് പറയുന്ന ഒരു പദമുണ്ട്. അതേപോലെ 4√2 എന്ന് പറയുന്ന രണ്ടാമതൊരു പദമുണ്ട്. ഈ 2 പദങ്ങൾക്കും കോമൺ ആയിട്ടാണ് താഴെ 2 വന്നിരിക്കുന്നത്. ഈ 2 പദങ്ങളെയും 2 കൊണ്ട് ഹരിക്കണം. ഞാനത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. 6/2. ഈ 2 6ന് ബാധകമാണ്, നടുവിലെ ചിഹ്നം പ്ലസ് ഓർ മൈനസ്.
ഈ 2 4√2 ബാധകമാണ്. താഴെ കിടക്കുന്ന 2. ഓക്കെ, അപ്പം മുകളിലുള്ള സൂത്രവാക്യത്തെ ഞാൻ താഴെ കാണുന്ന രീതിയിൽ എഴുതി, വേറെ ഒന്നുമല്ല, ഒരു എളുപ്പത്തിന്. അപ്പോൾ 6/2, 6ൽ എത്ര 2കൾ? 3 2കൾ. 3 ± 4ൽ എത്ര 2കൾ? 2. അപ്പോൾ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടി. അത് 3 ± 2√2 ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നുകിൽ 3 + 2√2 അല്ലെങ്കിൽ 3 - 2√2 ആയിരിക്കും. ഓപ്ഷനിൽ ഇതിലേതാണോ ഉള്ളത് അതാണ് ഉത്തരം. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഉത്തരം 3 + 2√2 ആണോ അതോ 3 - √2 ആണോ എന്ന് നോക്കാം. ഉത്തരത്തിൽ യെസ്, 3 + 2√2. 3 + 2√2. ഇതൊന്നും കണ്ട് തലയിറങ്ങരുത് കേട്ടോ. ഇതൊക്കെ കുഞ്ഞ് കണക്ക്. എല്ലാം സെറ്റാവും, എല്ലാം സെറ്റാവും, എല്ലാം സെറ്റാക്കും. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് കൊണ്ട് തെറ്റില്ല. 2 or 3 പ്രാവശ്യം കാണുക, പഠിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം. ഓക്കെ, 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക. പല വഴികളും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ. എന്താണ്? എണ്ണൽ സംഖ്യകളാണ്. 1 2 3 അങ്ങനെ 9 വരെയുള്ള സംഖ്യകൾ കൂട്ടണം. 9 വരെയുള്ള സംഖ്യകൾ കൂട്ടണം. മക്കളെ, ഇതിന് 2 വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സാധാരണ ചെയ്യുന്ന പരിപാടി. എന്താണ്? എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക. അത് കാണാൻ എന്താ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, n × n + 1 all divided by 2 അല്ലേ? ഇതല്ലേ ഇക്വേഷൻ? ഇതാണ് സൂത്രവാക്യം വെച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇക്വേഷൻ. എന്താണ്? n എത്ര പദങ്ങൾ? ഇവിടെ 1 മുതൽ 9 വരെ 9 പദങ്ങൾ. n എന്ന് പറയുന്നത് അത് 9 ആണ്. n + 1 9 എഴുതി, അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എഴുതി, 9 എഴുതി, 10 എഴുതി, അവരെ തമ്മിൽ ഗുണിച്ച് പകുതി എടുക്കുന്നതാണ് തുക. ഇവിടെ 2 കൊണ്ട് ചെറുതാക്കാൻ പറ്റുന്നത്, എളുപ്പത്തിൽ പറ്റുന്നത് ഇരട്ട സംഖ്യ തന്നെയല്ലേ? ഇവിടെ മുകളിൽ 9 ഉണ്ട്, ഒരു 10 ഉണ്ട്. ആരെയാ പെട്ടെന്ന് ചെറുതാക്കാൻ പറ്റുക? 10ന്, ഇരട്ട സംഖ്യനെ. 10ൽ എത്ര 2കൾ? 5 2കൾ. ഉത്തരം കിട്ടി. 9 × 5 എന്ന് പറയുന്നത് എത്രയാ? 45 ആണ് നമ്മുടെ ഉത്തരം. 45 ആണ് നമ്മുടെ ഉത്തരം. ഇനി ഒരു വഴിയും കൂടി ഉണ്ട്. എന്താണ് ആ വഴി? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നു, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. എന്താണ് ആ വഴി? തുടർച്ചയായിട്ടുള്ള 10 എണ്ണൽ സംഖ്യകളുടെ തുക 1 മുതൽ 10 വരെ കൂട്ടിയാൽ എത്രയാണ്? 1 മുതൽ 10 വരെ കൂട്ടിയാൽ അത് 55 ആണ്. എങ്ങനെ? 10ന്റെ പകുതി. 1 മുതൽ 10 വരെ എന്ന് ചോദിച്ചാൽ ആ 10ന്റെ പകുതി 2 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. 10ന്റെ പകുതി 5, അത് 2 തവണ എഴുതിയാൽ ഉത്തരമായി. ഓക്കെ, 1 മുതൽ 100 വരെ കൂട്ടിയാൽ, 1 മുതൽ 100 വരെ കൂട്ടിയാൽ എത്രയാ? 100ന്റെ പകുതി 2 തവണ. 100ന്റെ പകുതി എത്രയാ? 50. 2 തവണ എഴുതിയാൽ 50 50ആയി. മക്കളെ, 1 മുതൽ 1000 വരെയാണ് കൂട്ടുന്നതെങ്കിൽ 1 മുതൽ 1000 വരെ കൂട്ടിയാൽ 1000ന്റെ പകുതി. 1000ന്റെ പകുതി എത്രയാ? 500. ഒരു തവണ എഴുതിയാൽ മതിയാ? 2 തവണ എഴുതണം. 500 500 500 500. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, 1 മുതൽ 9 വരെ കൂട്ടിയാൽ എത്ര? 1 മുതൽ 10 വരെ കൂട്ടിയാൽ നമുക്കറിയാം അത് 55. 10 വരെ കൂട്ടിയാൽ, പക്ഷെ 9 വരെ കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നൊരു 10 എടുത്ത് കളയണം. 1 മുതൽ 10 വരെ കൂട്ടിയാൽ 55 ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് 1 മുതൽ 9 വരെ കൂട്ടിയാൽ മതി. അതിനർത്ഥം ആ 55ൽ നിന്ന് ഒരു 10 എടുത്ത് കളയണം. അങ്ങനെ കളഞ്ഞാൽ നമുക്ക് ഈ ഉത്തരം കിട്ടും 45. ഇനി ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. എങ്ങനെയാണെങ്കിൽ 1 മുതൽ 99 വരെ കൂട്ടിയാൽ എത്ര? അങ്ങനെ ചോദിക്കാലോ. 1 മുതൽ 99 വരെ കൂട്ടിയാൽ എത്ര? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൂത്രവാക്യം വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ 1 മുതൽ 100 വരെ കൂട്ടിയാൽ എത്ര? നിങ്ങൾക്കറിയാം. 1 മുതൽ 100 വരെ കൂട്ടിയാൽ എത്രയാടാ?
അത് 50 ഇപ്പോൾ പഠിച്ചു അല്ലേ. നമുക്ക് 1 മുതൽ 100 വരെ കൂട്ടിയാൽ 50. പക്ഷെ 100 വരെ വേണ്ട. എത്ര വരെ വേണ്ടു? 99 വരെ മതി. അപ്പം എന്ത് ചെയ്യണം? ഈ 50 നിന്ന് ഒരു 100 എടുത്ത് കളയണം. ഈ 50 നിന്ന് ഈക്വൽ ടൈപ്പ് പോയി ഒരു മിനിറ്റ്. ഓക്കെ, ഈ 50 നിന്ന് ഒരു 100 എടുത്ത് കളയണം. 5050 നിന്ന് 100 എടുത്ത് കളയുക. ചിലർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, എടാ 5000 ഉണ്ട്, ഒരു 50 കൂടി ഉണ്ട് അല്ലേ. ഈ 100 എന്ന് പറയുന്നത് 2 50കൾ ചേരുന്നതാണ്. 100 എന്ന് പറയുന്നത് 2 50 ചേരുന്നതാണ്. അപ്പൊ ഈ 5050 നിന്ന് ഒരു 50 കളഞ്ഞാൽ എത്രയാ? ഒരു 50 കളഞ്ഞാൽ എത്രയാ? 5000 അല്ലേ. ആകെ 5050 ഉണ്ട്. 100 എന്ന് പറയുന്നത് 2 50കൾ ചേരുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ 5050 നിന്ന് ആദ്യം ഒരു 50 എടുത്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് 5000 കിട്ടി. ഒരു 50 കളഞ്ഞപ്പോൾ ഒരു 50 കൂടി കളയണം. അപ്പം എത്രയാണ്? 4950 എന്ന് കിട്ടും. ഇങ്ങനെയും ആലോചിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 വഴികളും മനസ്സിലിരുന്നോട്ടെ. ഏതെങ്കിലും ഒരു വഴിയിൽ സെറ്റ് ആവാം. ഈ സൂത്രവാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് എന്തായാലും ആവശ്യമുള്ളതാണ്, അതിരിക്കട്ടെ. ചില ചോദ്യങ്ങൾ 1 മുതൽ 100 വരെ കൂട്ടിയാൽ എത്ര, 1 മുതൽ 1000 വരെ കൂട്ടിയാൽ എത്ര, അല്ലെങ്കിൽ 1 മുതൽ 99 വരെ കൂട്ടിയാൽ എത്ര, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് വഴിയും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 15/p = 3. അങ്ങനെയാണെങ്കിൽ പിയുടെ വില എന്ത്? വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 15/p എന്ന് പറയുന്നത് 3 ആണ്. എങ്കിൽ പിയുടെ വില കാണാൻ ജസ്റ്റ് ക്രോസ് ചെയ്താൽ പോരാ മക്കളെ. ഈ പിയെ നമ്മൾ അങ്ങോട്ട് വലിക്കും, ഈ 3യെ നമ്മൾ താഴേക്ക് വലിക്കും. ഓക്കെ, ഇപ്പം എന്തായി? 15/3 ആണ് പി. ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഒന്നുകൂടി തിരിച്ചു പറയാം. 15/p എന്ന് പറയുന്നത് 3. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 15, ഇവിടെ ആരുള്ളത്? ഇവിടെ 1 ഉണ്ട്, ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പോൾ 15 × 1 15 തന്നെ, സമം p × 3 എന്ന് പറയുന്നത് 3p. 3p 15 ആണെങ്കിൽ ഒരു p എത്ര? ഈ പീനെ അവിടെ നിർത്തി ഇൻറ്റു 3നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ 15 ഗുണനം 3 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അത് ഹരണം 3 മാറി. 15/3 എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് ഉത്തരം 5 എന്ന് കിട്ടും. ഇങ്ങനെ വളഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. 15/p എന്ന് പറയുന്നത് 3 ആണെങ്കിൽ ഇങ്ങനെ താഴെ കിടക്കുന്ന ആളെ മേലേക്കിടാം, ഇവിടെ കിടക്കുന്ന 3നെ പിടിച്ച് താഴേക്കിടാം. 15/3 സമം p എന്ന് കിട്ടും. അങ്ങനെ p നമുക്ക് ഡയറക്റ്റായിട്ട് 5 എന്ന് കണ്ടെത്താം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, തെറ്റരുത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അങ്ങനെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്കമുള്ള എണ്ണൽ സംഖ്യ ഏത്? 3 അക്കമുള്ള എണ്ണൽ സംഖ്യ എവിടുന്ന തുടങ്ങുന്നത്? 3 അക്കമുള്ള എണ്ണൽ സംഖ്യ തുടങ്ങുന്നത് 100ൽ നിന്നാണ്. 3 അക്കമുള്ള എണ്ണൽ സംഖ്യ തുടങ്ങുന്നത് 100ൽ നിന്നാണ്. ഈ 100 മുതൽ ഏറ്റവും അവസാനത്തെ 3 അക്ക എണ്ണൽ സംഖ്യ ഏതാ? അത് 999 ആണ്. അപ്പൊ 100 കഴിഞ്ഞു വരുന്ന 100 3ന്റെ ഗുണിതമാണോ? 3ന്റെ ഗുണിതമാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം കൂട്ടിയാൽ കിട്ടുന്നത് 3ന്റെ ഗുണിതമാകണം അല്ലേ. ഒരു സംഖ്യ തന്നു, ആ സംഖ്യ ഉദാഹരണത്തിന് 578. ഈ 578 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ അക്കങ്ങൾ പരസ്പരം കൂട്ടും. 8ഉം 7ഉം കൂട്ടും, അതിൻ്റെ കൂടെ 5 കൂട്ടും. 8ഉം 7ഉം 15, 15ഉം 5ഉം കൂട്ടിയപ്പോൾ നമുക്ക് 20. 20 3ന്റെ ഗുണന പട്ടികയിലുണ്ടോ? അല്ലെങ്കിൽ 20നെ 3 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയോ? ഇല്ല. അപ്പോൾ 578 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമല്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. 100 3ന്റെ ഗുണിതമാണോ? ഇതിലെ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ 1 + 0 + 0 കൂട്ടിയാൽ കിട്ടുന്നത് 1 ആണ്. 1 3ന്റെ ഗുണിതമല്ല. അപ്പോൾ ഏറ്റവും ചെറിയ 3ന്റെ ഗുണിതം ഏതാ? അത് 3 ആണ്.
ഇനി അടുത്ത സംഖ്യ നമ്മൾ നോക്കും. ഏതിലാ 3 വരുന്നേ? അതായിരിക്കും 3ന്റെ ഗുണിതമായ ഏറ്റവും ചെറിയ 3 സംഖ്യ. ഓക്കെ, അപ്പൊ അടുത്തത് 101. 101ലെ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര മക്കളെ? 1 + 0 + 1. 1ഉം 0 കൂട്ടിയാൽ 1, വീണ്ടും ഒരു 1 കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 2. അപ്പോഴും 3 കിടക്കലേ. അപ്പൊ അതുമല്ല 3ന്റെ ഗുണിതം. അടുത്ത ആളെ നോക്കാം. 101 കഴിഞ്ഞ് വരുന്നത് 102. കിട്ടി. കുറെ ആളുകൾ ചിരിച്ചു. 1 + 0 + 2. 1ഉം 0 കൂടി കൂട്ടിയാൽ 1, ആ 1ന്റെ കൂടെ 2 കൂട്ടിയാൽ കിട്ടുന്നത് വേണ്ടട കിടക്കുന്നു 3. അങ്ങനെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്കമുള്ള എണ്ണൽ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അത് 102 ആണ്. 102 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തേക്ക് പോകാം. അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 9ാമത്തെ ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്. 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട്? രാജു എന്ന് പറയുന്ന ആളുടെ കയ്യിൽ എത്രയോ രൂപയുണ്ട്. നമുക്കറിയില്ല എത്രയോ രൂപ രാജുവിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കൂടെ ഒരു 8 രൂപയും കൂടി കൂടിയിരുന്നെങ്കിൽ എന്തായേനെ? അത് 100 രൂപയായേനെ. 100 രൂപയായേനെ. എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? എന്ത് ചെയ്താൽ മതി? ഈ +8 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ? എനിക്ക് ഉത്തരം കിട്ടിയെന്നറിയാം. ഇത് ചെയ്യുന്ന ശരിക്കുള്ള വഴി പറയുന്നു എന്ന് മാത്രം. 100ൽ നിന്ന് 8 കുറവാണ് രാജുവിൻ്റെ കയ്യിൽ, അല്ലേ? 100ൽ നിന്ന് 8 കുറവാണ് രാജുവിൻ്റെ കയ്യിൽ. അതുകൊണ്ടല്ലേ 8 രൂപയും കൂടി കൂടിയാൽ 100 ആയേനെ എന്ന് പറഞ്ഞത്. അപ്പോൾ രാജുവിൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ കാശ് 100ൽ നിന്നും 8 കുറവാണ്. -8 ആണ്. 100ൽ നിന്നും -8. 100ൽ നിന്ന് 8 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 92 രൂപയാണ് ഇപ്പോൾ രാജുവിൻ്റെ കൈവശമുള്ളത്. സിമ്പിൾ അല്ലേ ഇതൊക്കെ? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1 × 3 എന്ന് പറയുന്നത് 2ന്റെ വർഗത്തിൽ നിന്നും 1 കുറയ്ക്കുന്നതാണ്. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അതേപോലെ 2 × 4 എന്ന് പറയുന്നത് 3ന്റെ വർഗത്തിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ്. കഴിഞ്ഞു. അടുത്തത് 3 × 5 എന്ന് പറയുന്നത് 4ന്റെ വർഗത്തിൽ നിന്ന് 1 കുറയുന്നതാണ്. കഴിഞ്ഞു. അടുത്തത് 10 × 12 എന്ന് പറയുന്നത് ഏതിൽ നിന്ന് 1 കുറയുന്നതാണ്? കണ്ടീഷൻ ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? 1 × 3 എന്ന് പറഞ്ഞാൽ 2ന്റെ വർഗത്തിൽ നിന്ന് 1 കുറയുന്നത്. ഓക്കെ. 2 × 4 എന്ന് പറഞ്ഞാൽ അത് 3ന്റെ വർഗത്തിൽ നിന്ന് 1 കുറയുന്നത്. അതും ഓക്കെ. 3 × 5 എന്ന് പറഞ്ഞാൽ 4ന്റെ വർഗത്തിൽ നിന്നും 1 കുറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10 × 12 എന്ന് പറയുന്നത് ഏതിൻ്റെ വർഗത്തിൽ നിന്ന് 1 കുറയുന്നതാണ്? ഇവിടെ ഓപ്ഷനിലും തെറ്റുണ്ടാവും. യെസ്, ഓപ്ഷനും കറക്റ്റ് അല്ല. അത് 112 അല്ല, 11ന്റെ വർഗം എന്ന് വായിക്കണം. ഇത് 102 അല്ല, 10ന്റെ വർഗം. ഇത് 9ന്റെ വർഗം. ഇത് 12ന്റെ വർഗം. ഇങ്ങനെ വേണം വായിക്കാൻ കേട്ടോ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ഇതിൻ്റെ ലോജിക്ക് എന്താണ്, ഇതിന് പുറകിലുള്ള പാറ്റേൺ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മക്കളെ, 1 × 3 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 1 3 3ആണ്. അവരെന്ത് ചെയ്തു? അത് 2ന്റെ വർഗത്തിൽ നിന്ന് 1 കുറച്ചെഴുതി. 2ന്റെ വർഗം 4ആണ്. 4ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നത് 3ആണ്. ശരിയാണ്, സൂത്രവാക്യമൊക്കെ ശരിയാണ്. ഇനി 2 × 4 എന്ന് പറയുന്നതോ അത് 3ന്റെ വർഗത്തിൽ നിന്ന് 1 കുറയുന്നത്. 3 × 5 എന്ന് പറയുന്നത് 4ന്റെ വർഗത്തിൽ നിന്ന് 1 കുറയുന്നത്. ഇവിടെ ഈ സംഖ്യയുടെ വർഗം എഴുതുന്നത് ഫസ്റ്റ് ഡിജിറ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിക്കടാ. എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ 1 ആയപ്പോൾ ഇവിടെ വർഗമായ സംഖ്യ 2, ഇവിടെ 2 ആയപ്പോൾ വർഗമായ സംഖ്യ 3, ഇവിടെ 3 ആയപ്പോൾ വർഗം എഴുതുന്ന സംഖ്യ 4. എങ്കിൽ ഞാൻ അടുത്തത് എഴുതിക്കോട്ടെ. 4 × 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 4 ആണെങ്കിൽ അതിൽ നിന്ന് 1 കൂടുന്നതായിരിക്കില്ലേ?
5 സ്ക്വയറിൽ നിന്നൊന്ന് കുറയ്ക്കുന്നതായിരിക്കില്ലേ അല്ലേ? ഇവിടെ 5 ഗുണം 6 ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞടാ 5 ഗുണം 6 ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ 5 ആണെങ്കിൽ ഒന്ന് കൂടുതലായിരിക്കും, ഇവിടെ 6 സ്ക്വയർ ആയിരിക്കും. അതിൽ നിന്നൊന്ന് കുറയുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതിലേക്ക് വരാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 10 ഗുണം 12 ആണെങ്കിൽ എങ്ങനെ എഴുതാം? നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് നോക്കും. ഫസ്റ്റ് ഡിജിറ്റിൻ്റെ കൂടെ ഒന്ന് കൂടുന്നതായിരിക്കും വർഗമായി എഴുതുന്ന സംഖ്യ. ഇവിടെ 10 ആണെങ്കിൽ അപ്പുറത്ത് 11. 11ന്റെ വർഗത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും 10 ഗുണം 12. നോക്കാം, 10 ഗുണം 12 എത്രയാണ്? 120 ആണ് അല്ലേ? 11ന്റെ സ്ക്വയർ, 11ന്റെ വർഗം എന്ന് പറയുന്നത് 121 മൈനസ് 1. ശരിയല്ലേ? രണ്ട് സൈഡിൽ 120 കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ്? 11 സ്ക്വയർ. 11ന്റെ സ്ക്വയർ. ഓപ്ഷൻ യെസ്, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ക്ലിയർ? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ഞാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ തന്നിരിക്കുന്ന വാചകത്തെ, ഈ നീണ്ട വാചകത്തെ നമ്മൾ കണക്കിൻ്റെ ഭാഷയിലേക്ക് മാറ്റണം. കണക്കിൻ്റെ വാചകത്തിലേക്ക് മാറ്റണം. ഗണിത ഭാഷയിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? ഓരോന്നോരോന്നായിട്ട് പതിയെ പതിയെ ആലോചിച്ചാൽ മതി. സംഖ്യ നമുക്കറിയോ? ഇല്ല. എന്ത് പേര് വേണമെങ്കിലും സംഖ്യക്ക് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എ എന്ന് കൊടുത്തു. അറിയാത്തൊരു സാധനമാണ് എ എന്ന് ഞാൻ അതിന് പേരിട്ടു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സംഖ്യയുടെ 5 മടങ്ങ്. ഓക്കെ, അപ്പോൾ ഓരോ സെൻറ്റൻസ് ആയിട്ട് നമ്മളതിനെ ഗണിത ഭാഷയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, മടങ്ങാണെങ്കിൽ ഗുണിക്കണം. മടങ്ങ് കാണാൻ ഗുണിക്കണം. എ ഗുണിക്കണം 5 എന്ന് വെച്ചാൽ 5A. ഇതെന്താണ്? ഇത് ഏതിനോടോ തുല്യമാണെന്ന് പറഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ, 5A സമം ഇട്ട് വെച്ചു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സംഖ്യയേക്കാൾ 4, ഏത് സംഖ്യ? എ എന്ന് പറയുന്ന സംഖ്യ അതിനേക്കാൾ 4 കൂടുതലായ, ഓക്കെ, അപ്പോൾ 4 ഞാൻ കൂട്ടി, 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ്, അതിൻ്റെ 3 മടങ്ങിന് ഇൻറ്റു 3. മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു. ഞാനിവിടെ 4 × 3 എന്ന് എഴുതിയാൽ 4ന്റെ 3 മടങ്ങേ ആവുള്ളൂ. ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ട എന്തിനാ? എ എന്ന് പറയുന്ന സംഖ്യയോടൊപ്പം 4 കൂടിയ സംഖ്യയുടെ 3 മടങ്ങാണ്. അപ്പോൾ എയും കൂടുന്ന 4നും ഈ ഇൻറ്റു 3 3 മടങ്ങ് ബാധകമാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടത്. ഓക്കെ, ഇനി സംഖ്യ കണ്ടുപിടിക്കാം. ഞാൻ ഈ 5A ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ തന്നെ വെച്ചു. ബ്രാക്കറ്റ് മാറ്റാം. ബ്രാക്കറ്റിന് പുറത്തുള്ള 3 കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള ആളുകളെ ഗുണിക്കുന്നു. എത്ര ആളുകളുണ്ട് ബ്രാക്കറ്റിനകത്ത്? 2 ആളുകൾ, എയും 4. 3A ഗുണിക്കണം എ എന്ന് പറയുന്നത് 3A അല്ലേ? നടുവിലെ ചിഹ്നം ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഞാൻ പ്ലസ് ഇട്ടു. ഇനി എന്ത് ചെയ്യണം? ഒരാളെയും കൂടി ഗുണിക്കാനുണ്ട്. 3A ഗുണിക്കണം എ നമ്മൾ കണ്ടുപിടിച്ചു, അത് 3A ആണ്. ഇനി ആരാ? 3A ഗുണിക്കണം 4. 3A ഗുണിക്കണം 4 എന്ന് പറയുന്നത് 12. ഇത്രയും സെറ്റാണോ? ഇത്രയും സെറ്റാണോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? എ എല്ലാം ഒരു സൈഡിലേക്ക് ആക്കും. എ എല്ലാം ഒരു സൈഡിലേക്ക് ആക്കും. ഇടതുവശത്ത് 5A അതുപോലെ ഞാൻ വെച്ചു, അനക്കുന്നില്ല, ഇരുന്നോട്ടെ. എടാ, വലതുവശത്ത് ഒരു 3A ഉണ്ട്. അയാളെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് തട്ടണം. അപ്പുറത്തേക്ക് തട്ടാൻ അതിന് നടുവിലൊരു മാന്ത്രിക വാതിലുണ്ട്, സമം. എന്താ മാന്ത്രിക വാതിലിൻ്റെ പ്രത്യേകത? ആ മാന്ത്രിക വാതിൽ തുറന്ന് ആരാണോ അപ്പുറത്തേക്ക് പോകുന്നത് അയാൾ നേരെ ഓപ്പോസിറ്റായി മാറും. നേരെ ഓപ്പോസിറ്റ് ആവും. പ്ലസ് ആണ് അപ്പുറത്തേക്ക് പോകുന്നതെങ്കിൽ അത് മൈനസ് ആയി മാറും. മൈനസ് ആണ് അപ്പുറത്തേക്ക് പോകുന്നതെങ്കിൽ അത് പ്ലസ് ആയി മാറും. ഗുണനം പോയാൽ ഹരണമാകും, ഹരണം പോയാൽ ഗുണനമാകും. ഒരാണ് പോയാൽ പെണ്ണാകും, പെണ്ണ് പോയാൽ ആണാകും. നേരെ ഓപ്പോസിറ്റ് ആകും എന്ന് മാത്രം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3A എന്ന് പറയുന്നതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്. ഈ പ്ലസ് എന്താകുന്നു? ഈ മാന്ത്രിക വാതിൽ തുറന്ന് അപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ മൈനസ് ആകുന്നു. -3A സമം 12. ഓക്കെ, ഈ 5Aയിൽ നിന്ന് 3A കുറച്ചാൽ, ഇനി A ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതെന്തെങ്കിലും വസ്തുവായിട്ടൊക്കെ ചിന്തിക്കുക. A എന്ന് പറയുന്നത് ഒരു പേനയായിട്ട് ചിന്തിക്കുക. 5 പേനകളിൽ നിന്ന് 3 പേനകൾ പോയാൽ, അങ്ങനെ ചിന്തിച്ചാൽ മതി.
5 പേനകളിൽ നിന്ന് 3 പേന പോയാൽ എ എന്നതിന് എന്ത് വിലയും കൊടുക്കാം. സംഖ്യകൾ തന്നെ ആകണമെന്നില്ല, എന്തെങ്കിലും വസ്തുവായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ എ ഞാനിവിടെ പേനയായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ 5A എന്ന് പറയുന്നത് 5 പേന. 5 പേനയിൽ നിന്നും എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? 3A, 3 പേന കുറയ്ക്കണം. 5 പേനയിൽ നിന്ന് 3 പേന കുറച്ചാൽ കിട്ടുന്നത് 2 പേന. ഓക്കെ, അപ്പൊ 2A എന്ന് പറയുന്നത് 12 ആണ്. 2 പേനയുടെ വില 12, 2 പേനയുടെ വില 12 എങ്കിൽ ഒരു പേനയ്ക്ക് എത്ര വില എന്നെങ്ങനെ കണ്ടുപിടിക്കും? 2A എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം A ആണ്. 2 into A. നമ്മൾ ആ 2നെ ഗുണനം 2നെ മാന്ത്രിക വാതിൽ തുറന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഈക്വൽ ടു സമം എന്ന് പറയുന്ന മാന്ത്രിക വാതിൽ തുറന്ന് ഗുണനം 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ അങ്ങേരെന്താകും? ഹരണം. നേരെ ഓപ്പോസിറ്റ് ആകും. അവിടെ ഓൾറെഡി ആരുണ്ട്? ഒരു ആശാനുണ്ട്, 12 ഉണ്ട്. അങ്ങേരെ മറക്കരുത് കേട്ടോ. ആ 12 അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗുണനം 2 അപ്പുറത്തേക്ക് പോയി അത് ഹരണം 2ആയി. ഹരണം 2ആയി. 12ന്റെ പകുതി ഹരണം 2 കൊണ്ട് ഭാഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സംഖ്യയുടെ പകുതി, ആ സംഖ്യയുടെ അര ഭാഗം. 12ന്റെ പകുതി എത്രയോ മക്കളെ? അത് 6. അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടുന്നത് സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? സംഖ്യ ഓപ്ഷൻ A 6. ഇതുവരെ സെറ്റാണോ മക്കളെ? നമ്മളങ്ങനെ 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം എങ്ങനെയാണ്? 1 മുതൽ 6 വരെ സംഖ്യകളുള്ള 2 പകിടകൾ ഒന്നിച്ചുരുട്ടുന്നു. പകിടകളിൽ നിന്ന് കിട്ടാവുന്ന സംഖ്യകളുടെ തുക 4ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്ത്? ഓക്കെ, അപ്പം നമുക്കത് ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത് ചോദ്യത്തില്? 2 പകിടകളുണ്ട്, 2 ഡൈസ് ഉണ്ട്. ഓക്കെ, ആ ഡൈസിന് 6 മുഖങ്ങളുണ്ട്. 1 മുതൽ ഇവിടെ 2, ഇവിടെ 3, അപ്പുറത്ത് 4, 5, 6. ഓക്കെ, അങ്ങനത്തെ 2 ഡൈസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 2 ഡയസുകൾ നമ്മൾ ഒന്നിച്ചിരുട്ടാണ്. അങ്ങനെ ഉരുട്ടുന്ന സമയത്ത് പകിടകളിൽ നിന്ന് കിട്ടാവുന്ന സംഖ്യകളുടെ തുക, ഈ 2 പകിടകളും ഒരുമിച്ചിടുന്നു. അപ്പോൾ ഒരു ഡയസിൽ, ഒരു പകിടയിൽ കാണിക്കുന്ന സംഖ്യയും അപ്പുറത്തെ ഡയസിൽ കാണിക്കുന്ന സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ കിട്ടേണ്ടത് 4ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. 4ന്റെ ഗുണിതം ഏതാ? 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാ? 4, ഒന്നാമത്തെ ഗുണിതം 4, രണ്ടാമത്തെ ഗുണിതം 8, അടുത്തത് 12, അടുത്തത് 16 ആണ്. അത് എഴുതണോ? എന്തുകൊണ്ടാണ് എഴുതണ്ട എന്ന് ഞാൻ പറയുന്നേ? എഴുതണ്ട, 16 എഴുതണ്ട. കാരണം മക്കളെ, ഒന്നാമത്തെ പകിടയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 1 മുതൽ 6 വരെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പകിടയിൽ ഏറ്റവും വലിയ സംഖ്യ 6 ആയിരിക്കും അല്ലേ? രണ്ടാമത്തെ പകിടയിലും 6 ആയിരിക്കും. ഈ 2 സംഖ്യകളും പരമാവധി വലിയ തുക കാണിക്കുന്നത് എന്തായിരിക്കും? പരമാവധി വലിയ തുക കാണിക്കുന്നത് ഈ പകിടയിലെ വലിയ സംഖ്യയായ 6ഉം അപ്പുറത്തെ പകിടയിലെ വലിയ സംഖ്യയായ 6ഉം ഒരുമിച്ച് വരുമ്പോൾ അവ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന 12 ആണ് പരമാവധി വരാൻ സാധ്യതയുള്ള 4ന്റെ ഗുണിതം. ക്ലിയർ ആണോ? ഓക്കെ, 4ന്റെ ഗുണിതമായി വരാൻ സാധ്യതയുള്ള ഈ 2 പകിടകളുടെയും സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 12 ആണ്. അതുകൊണ്ടാണ് ഞാൻ 12 വരെ എഴുതിയത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? സാധനം മനസ്സിലായില്ലേ? ഓക്കെ മക്കളെ, ഇനി സംഖ്യകളുടെ തുക 4, 8, 12 ആയാലാണ് അത് 4ന്റെ ഗുണിതമാകുക. ഇനി 4 വരാൻ സാധ്യതയുള്ള സംഖ്യകൾ ഏതൊക്കെ? ഒന്നാമത്തെ പകിടയിൽ 1 വീണാൽ, രണ്ടാമത്തെ പകിടയിൽ എത്ര വീഴണം 4 കിട്ടണമെങ്കിൽ? 3 വീഴണം അല്ലേ? ഒന്നാമത്തെ പകിടയിൽ ഇനി 2 വീഴുന്നതെങ്കിലോ രണ്ടാമത്തെ പകിടയിലും 2 വീഴണം 4 കിട്ടാൻ. ഇനി അടുത്തതോ, ഒന്നാമത്തെ പകിടയിൽ 3 വീഴുന്നതെങ്കിലോ രണ്ടാമത്തെ പകിടയിൽ എത്ര വീഴണം? 1 വീഴണം. ഇനി ഒന്നാമത്തെ പകിടയിൽ 4 വീണാൽ അപ്പുറത്ത് 0 വരണം. 0 എന്ന് പറയുന്നത് രണ്ടാമത്തെ പകിടയിൽ ഉണ്ടോ? ഇല്ല അല്ലേ? 1 മുതലുള്ള സംഖ്യകളെ പകിടയിലുള്ളൂ. അപ്പൊ 4 കിട്ടാനുള്ള സാധ്യതകൾ എത്ര? 1, 2,
3 സാധ്യതകൾ. 4 കിട്ടാനുള്ള സാധ്യതകൾ 3. ഇനി 8 കിട്ടാനുള്ള സാധ്യതകളോ? ചുമ്മാ ഒന്ന് ആലോചിച്ചേ. 1 വീണാൽ അപ്പുറത്ത് 7 വീഴണം. 7 വീഴണം. അത് വരുമോ? 7 എന്ന് പറയുന്ന സംഖ്യ വലുതല്ലേ? 6-നേക്കാൾ വലുതല്ലേ? അപ്പോൾ ആ സാധ്യത സാധിക്കില്ല. ഇനി 2 വീണാൽ അപ്പുറത്ത് 6 വീണാൽ 8 കിട്ടും. 2ഉം 6ഉം 2 പകിടയിൽ വീഴുകയാണെങ്കിൽ 8 കിട്ടും. സാധ്യതയുണ്ട്. 3 വീണാൽ അത് അപ്പുറത്ത് 5 ആയിരിക്കണം. ഇനി ഇവിടെ 4 വീഴുന്നതെങ്കിൽ അപ്പുറത്തെ പകിടയിൽ 4 വീഴണം. ആദ്യത്തെ പകിടയിൽ 5 വീണാൽ അടുത്തത് 3 വീഴണം. ഇനി ആദ്യത്തെ പകിടയിൽ 6 വീഴുന്നതെങ്കിൽ അടുത്തതിൽ 2 വീഴണം. ഇനി 7ന്റെ കാര്യത്തിലേക്ക് കടക്കണ്ടല്ലോ. അപ്പോൾ 8 കിട്ടാനുള്ള സാധ്യതകൾ എത്രയാ? 1, 2, 3, 4, 5 സാധ്യതകൾ. 5 സാധ്യത, ഇവിടെ 3 സാധ്യത. ഇനി 12 കിട്ടാനാണെങ്കിലോ? ഒന്നാമത്തേതിൽ 1 വീണാൽ പിന്നെ 11 കിട്ടണം. 11 കിട്ടണം അല്ലേ? നടക്കില്ല, വേണ്ട. 2 വീഴുകയാണെങ്കിൽ 10 കിട്ടണം, വേണ്ട. 3 വീഴുകയാണെങ്കിൽ 7 കിട്ടണം, വേണ്ട. 4 വീഴുകയാണെങ്കിൽ 3 കിട്ടുകയാണെങ്കിൽ 9 വീഴണം, പറ്റൂല. 4 വീഴുകയാണെങ്കിൽ അപ്പുറത്ത് 8 വീഴണം. 5 വീഴുകയാണെങ്കിൽ അപ്പുറത്ത് 7 വീഴണം, അതും പറ്റൂല. ഒക്കെ 6ന് മുകളിലാണ്. അപ്പോൾ 6 വീഴുകയാണെങ്കിൽ, ഒന്നാമത്തെ പകിടയിൽ 6 വീഴുകയാണെങ്കിൽ രണ്ടാമത്തെ പകിടയിലും 6 വീഴണം. ഇനി താഴേക്ക് വന്നാലും മുകളിലേക്ക് വന്നാലും എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ 12 കിട്ടാനുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ 2 പകിടയിലും 6 വീഴുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഒരു സാധ്യത. ഓക്കെ. 4 കിട്ടാനുള്ള സാധ്യതകൾ 3, 8 കിട്ടാനുള്ള സാധ്യതകൾ 5, 12 കിട്ടാനുള്ള സാധ്യതകൾ 1. ഇതുവരെ ക്ലിയർ ആണോ? അപ്പോൾ 4ന്റെ ഗുണിതമാകാനുള്ള ആകെ സാധ്യതകൾ എത്രയാ? 3ഉം 5ഉം 1ഉം കൂടി കൂട്ടും. 3 + 5 + 1 ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ സാധ്യതകൾ, മൊത്തത്തിലുള്ള സാധ്യതകൾ നമ്മൾ കണക്കാക്കണം. മൊത്തത്തിലുള്ള സാധ്യതകൾ എത്രയാ? ഇവിടെ 1 മുതൽ 6 വരെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ പകിടയിൽ 6 സാധ്യതകളുണ്ട്. രണ്ടാമത്തെ പകിടയിലും 1 മുതൽ 6 വരെ വീഴാനുള്ള സാധ്യതയുണ്ട്. സോ ടോട്ടൽ സാധ്യതകൾ എന്ന് പറയുന്നത് 6 × 6 36 36 സാധ്യതകളാണ്. അതാണ് ഇവിടെ ബൈ ആയിട്ട് വരിക, താഴെ വരിക, ഡിനോമിനേറ്ററിൽ വരിക. ഓക്കെ. മുകളിൽ 5ഉം 3ഉം 1ഉം കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 9. സോ 9/36 എത്രയാ? 9/36 എന്ന് വെച്ചാൽ ചെറുതാക്കാം അല്ലേ? അത് 1/4 കാൽ. സാധ്യത എത്ര എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം 1/4. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത്രയൊക്കെ ആലോചിച്ച് ഇത്രയൊക്കെ എഴുതി ഇത്രയൊക്കെ വരച്ച് ചെയ്യാനുള്ള സമയം PSC ഹാളിൽ കിട്ടുമോ എന്നുള്ളത്. കിട്ടില്ല. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇത്രയൊന്നും ചുറ്റിക്കറങ്ങണ്ട. നമ്മൾ ആകെ ചെയ്യുന്ന പരിപാടി സാധ്യത ചോദിച്ചാൽ എന്തിൻ്റെയാണോ സാധ്യത ആ സാധ്യത മുകളിൽ, ചോദിച്ച സാധ്യത മുകളിൽ, ബൈ ടോട്ടൽ സാധ്യത താഴെ, ടോട്ടൽ സാധ്യത താഴെ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി 4ന്റെ ഗുണിതങ്ങളുടെ സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അത് 4ഉം 8ഉം 12ഉം വരെ പോകൂ എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. എടാ 4 വരാനുള്ള സാധ്യതകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 4ന്റെ പകുതി എടുക്കും. 4ന്റെ പകുതി 2ആണ്. അപ്പോൾ ഒന്നാമത്തെ പകിടയിൽ 2, രണ്ടാമത്തെ പകിടയിൽ 2. മുകളിലേക്ക് ചിന്തിച്ചാൽ മതി. ഇവിടെ 1, അപ്പുറത്ത് 3 വരും. ശരി, ഓക്കെ. ഇവിടെ താഴെ ഇവിടെ 3, അപ്പുറത്ത് 1, അപ്പോഴും വരും. കഴിഞ്ഞു. അപ്പോൾ 4ന്റെ സാധ്യതകൾ 3. ഇനി 8 പെട്ടെന്ന് കിട്ടാൻ 8ന്റെ പകുതി എടുത്തു. 4. ഇവിടെയും 4, അവിടെയും 4. മുകളിലേക്ക് പോയി 3, അപ്പുറത്ത് 5 വരുമോ? 6 വരെ നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇവിടെ 2, ഇവിടെ എത്ര? 6. ഇനി മുകളിലേക്ക് പോകണോ? വേണ്ട. താഴെ ഇതേ ആളുകളെ തിരിച്ചിടും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആളുകളായിരിക്കും. ഓക്കെ. മുകളിൽ 2 പേരാണെങ്കിൽ താഴെയും 2 പേരായിരിക്കും. ഈ നടുവിൽ വരുന്ന ആളുടെ മുകളിൽ എത്ര പേരുണ്ടോ അത്രയും ആളുകൾ താഴെ ഉണ്ടാവും. നടുവിൽ വരുന്ന ആളുടെ മുകളിൽ ഇവിടെ ഒരാൾ, സോ താഴെയും ഒരാളുണ്ടായിരിക്കും, നടുവിൽ ഒരാൾ. അങ്ങനെയാണ് 3 ആളുകൾ. ഇവിടെ നടുവിൽ കിടക്കുന്ന 4, 4
അതിന് മുകളിൽ രണ്ടാളുകൾ, അപ്പോൾ താഴെയും എത്ര പേരുണ്ടാവും? രണ്ടാളുകൾ ഉണ്ടാവും. അപ്പൊ ടോട്ടൽ എത്ര പേര്? മുകളിൽ 2, താഴെ 2, നടുവിൽ 1, ആകെ 5 ആളുകൾ കിട്ടി. ഇനി 12 വരാനുള്ള സാധ്യത 12ന്റെ പകുതി 6, 6. ഇനി മുകളിലേക്ക് പോകണോ? മുകളിലേക്ക് ഇവിടെ കുറഞ്ഞു വരുമ്പോൾ ഇവിടെ കൂടും. 6നേക്കാൾ കൂടാൻ പറ്റില്ല. ഇവിടെ 0, മേലെ ആരും വരില്ല. അങ്ങനെയാണെങ്കിൽ താഴെയും ആരും വരില്ല. അപ്പൊ ഇവിടുത്തെ ആകെ സാധ്യതകൾ എന്ന് പറയുന്നത് 1. ഇനി ടോട്ടൽ 3 + 5 + 1 എന്ന് പറയുന്നത് 9. ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് ചോദിച്ചാൽ ഈ ഡയസിൽ വരുന്ന പരമാവധി സാധ്യതകൾ 6 × 6 36. 9/36 ചെറുതാക്കിയാൽ 9ൽ 9 ഒരു തവണ, 36ൽ 9 4 തവണ. അങ്ങനെ 1/4 എന്ന ഉത്തരത്തിലേക്ക് എത്തിയത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 13ാമത്തെ ചോദ്യം നല്ല രസമുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെ: ഒരു പെട്ടിയിൽ 5 ചുവന്ന പന്തുകൾ, 7 നീലപ്പന്തുകൾ, 3 വെള്ളപ്പന്തുകൾ ഉണ്ട്. പെട്ടിയിൽ എത്ര വെള്ളപ്പന്തുകൾ കൂടി ചേർത്താൽ അതിൽ നിന്നും ഒരു വെള്ളപ്പന്ത് കിട്ടാനുള്ള സാധ്യത 1/4 മാറും? ഓക്കെ, നമുക്കത് ചെയ്യാം. നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പെട്ടിയിൽ കുറച്ച് പന്തുകളുണ്ട്. ഏതൊക്കെ കളറുള്ള പന്തുകളാ? 5 ചുവന്ന പന്തുകൾ, 5 റെഡ് ബോൾസ് ഉണ്ട്, 7 നീലപ്പന്തുകളുണ്ട്, 7 ബ്ലൂ ബോൾസ് ഉണ്ട്. ഓക്കെ, 3 വെള്ളപ്പന്തുകളുണ്ട്, 3 വൈറ്റ് ബോൾസും ഉണ്ട്. ഓക്കെ, അങ്ങനെ ആ പെട്ടിയിൽ ആകെ എത്ര പന്തുകളുണ്ട്? ആ പെട്ടിയിലെ ആകെ എത്ര പന്തുകളുണ്ട്? 5ഉം 7ഉം 12ഉം 3ഉം 15. ആകെ പന്തുകൾ 15. ഓക്കെ, അതിൽ എത്ര വെള്ളപ്പന്തുകൾ? അതിൽ 3 വെള്ളപ്പന്തുകൾ. ഇപ്പോഴത്തെ സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് 3/15 ആണ്. 3/15നെ ഒന്നും കൂടി ചെറുതാക്കിയാൽ 3/15നെ ഒന്നും കൂടി ചെറുതാക്കിയാൽ നമുക്ക് 3ൽ 3 ഒരു തവണ, 15ൽ 3 5 തവണ. 1/5 ആണ് ഇപ്പോഴത്തെ വെള്ളപ്പന്തുകൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താ ഈ സാധ്യത പഠിക്കുന്നതിൻ്റെ ഗുണം? ഒക്കെ രസമായിട്ട് പഠിക്കണം. ഒരു പെട്ടിയുണ്ട്, അതിൽ 15 പന്തുകളുണ്ട്, നീല, ചുവപ്പ്, വെള്ള. അപ്പോൾ 1/5 ആണ് വെള്ളപ്പന്തുകൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ 5 പ്രാവശ്യം അതിനുള്ളിൽ കൈയിട്ട് പന്തുകൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായും ഇതിനുള്ളിൽ 5 പ്രാവശ്യം എടുക്കുന്നതിനുള്ളിൽ എനിക്കൊരു വെള്ളപ്പന്ത് കിട്ടും. പരമാവധി 5 പ്രാവശ്യം എടുക്കുന്നതിനുള്ളിൽ എന്തായാലും ഒരു വെള്ളപ്പന്ത് കിട്ടും. ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടോ. സാധ്യതകൾ അതാണ്. ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് 5 പ്രാവശ്യം കൈയെടുക്കുമ്പോൾ ഒരു തവണ കിട്ടിയാൽ പോരാ. എനിക്ക് ആ സാധ്യത എന്ന് പറയുന്നത് 4ൽ 1 മാറണം. 4 തവണ എനിക്ക് കൈയിടാൻ പറ്റുള്ളൂ. അങ്ങനെ 4 പ്രാവശ്യം പെട്ടിക്കുള്ളിൽ ഞാൻ കൈയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിനുള്ളിൽ എനിക്ക് ആ വെള്ളപ്പന്ത് കിട്ടണം. 4ൽ 1 സാധ്യത. അങ്ങനെയാണെങ്കിൽ എത്ര വെള്ളപ്പന്തുകൾ കൂടി ഞാൻ അധികമായി ആ പെട്ടിയിലേക്ക് ചേർക്കണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ സാധ്യത എന്താ? 3 വെള്ളപ്പന്തുകളുണ്ട് ആകെയുള്ള 15 പന്തുകളിൽ, അല്ലേ? ആകെയുള്ള 15 പന്തുകളിൽ 3 വെള്ളപ്പന്തുകളുണ്ട്. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ വെച്ചിട്ട് 1/5 ആകുന്നുള്ളൂ, 1/4 ആകുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളപ്പന്തുകൾ കൂടി ചേർക്കണം. 3 പന്തുകളുടെ കൂടെ എത്രയോ വെള്ളപ്പന്തുകൾ കൂടി ചേർക്കണം. അത് എത്രയാണെന്ന് നമുക്കറിയോ? ഇല്ല. നമ്മൾ അറിയാത്തൊരു സാധനത്തിന് എക്സ് എന്ന് എടുത്തു. അപ്പം 3 പന്തുകൾക്കൊപ്പം എത്രയോ വെള്ളപ്പന്തുകൾ ചേർക്കുന്നു, അത് എക്സ്. എടാ, വെള്ളപ്പന്തുകൾ കൂടുമ്പോൾ സ്വാഭാവികമായും ആ പെട്ടിയിലെ ആകെ പന്തുകളുടെ എണ്ണവും കൂടില്ലേ? അല്ലേ? എത്ര വെള്ളപ്പന്തുകളാണോ കൂട്ടുന്നത് അത്രയും എണ്ണം ടോട്ടലിലും കൂടും, ആകെ പന്തുകളുടെ എണ്ണത്തിലും കൂടും. ഇങ്ങനെ കൂടുമ്പോൾ എന്താകുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ കൂടിയാൽ സാധ്യത 1/4 ആകണം. അത് 1/4ന് തുല്യമാകണം, ഈക്വൽ ആകണം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതിടാ? ഇങ്ങനെ കിട്ടിയാൽ എളുപ്പമാണ്. ഇത് ക്രോസ് ചെയ്താൽ മതി. 2 ആളുകളെയും നമ്മൾ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്താൽ എന്ത് കിട്ടും? 3 + x × 4 സമം ഇവിടെ 15 + x × 1. ബ്രാക്കറ്റ് നമുക്ക് മാറ്റാം. ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന 4 കൊണ്ട് ബ്രാക്കറ്റിന് അകത്ത് കിടക്കുന്ന
ഓരോ പദങ്ങളെയും ഓരോ ആളുകളെയും നമ്മൾ ഗുണിക്കണം. 4 ഗുണിക്കണം 3 ഗുണിച്ചാൽ കിട്ടുന്നത് 12 പ്ലസ് കഴിഞ്ഞില്ല, ഒരാളും കൂടി ഉണ്ട്, ഒരു എക്സും കൂടി ഉണ്ട് അല്ലേ. അപ്പൊ 4 ഗുണിക്കണം എക്സ്, 4 ഗുണിക്കണം എക്സ് അത് 4x, 4 ഗുണിക്കണം എക്സ് അത് 4x. കഴിഞ്ഞോടാ? ഇല്ല, സമത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നു. സമത്തിന്റെ അപ്പുറത്ത് 1. നമ്മൾ ഇനി ബ്രാക്കറ്റ് മാറ്റണോ? വേണ്ട. ഏതൊരു സംഖ്യേനെയും 1 കൊണ്ട് ഗുണിച്ചാൽ സെയിം നമ്പർ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ 1 ഗുണിക്കണം 15 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് 15 പ്ലസ് എക്സ് തന്നെ. ഇനി എന്ത് ചെയ്യണം? ഇനി തന്നെ എല്ലാ ആളുകളെയും നമ്മൾ നോക്കുന്നു. അതിൽ ഒരുപോലെയുള്ള വേരിയബിൾസ്, ഒരേപോലെയുള്ള സംഖ്യകളെ നമ്മൾ ഒരേ സൈഡിലേക്ക് മാറ്റുന്നു. എന്ന് വെച്ചാൽ എക്സുകളെയൊക്കെ നമ്മൾ ഒരുമിച്ച് മാറ്റും, വേരിയബിൾസ് ഉള്ള ആളുകളെയൊക്കെ നമ്മൾ ഒരുമിച്ച് മാറ്റും, ചരങ്ങളുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് മാറ്റും, കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പറുകളെ മൊത്തം മറ്റൊരു വശത്തേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 4x ഉണ്ട്. 4xന് മാത്രം നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ഇപ്പുറത്ത് കിടക്കുന്ന ഒരു പ്ലസ് എക്സ് ഉണ്ട്. അങ്ങേരെ എന്ത് ചെയ്യണം? അങ്ങേരെ നമ്മൾ ഇപ്പുറത്തേക്ക് വലിക്കണം. ഈ പ്ലസ് എക്സിനെ ഇപ്പുറത്തേക്ക് വലിക്കണം. ഇപ്പുറത്തേക്ക് വലിക്കുമ്പോൾ നോക്കിക്കേ, അതിനിടയിൽ ആരുണ്ട്? ഒരു മാന്ത്രിക വാതിലുണ്ട്, ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ മാന്ത്രിക വാതിലിന്റെ പ്രത്യേകത എന്താ? ആരാണോ വരുന്നത് അയാൾ നേരെ വിപരീതമാകും. ഇവിടെ പ്ലസ് എക്സ് ആണ് വരുന്നത്. പ്ലസ് ഇപ്പുറത്തേക്ക് ഈ മാന്ത്രിക വാതിൽ കടന്നു വരുമ്പോൾ എന്താകും? സമം എന്ന് പറയുന്ന മാന്ത്രിക വാതിൽ കടന്നു വരുമ്പോൾ നേരെ വിപരീതമാകും. പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ആയി മാറും. അപ്പൊ 4x മൈനസ് എക്സ് എന്നായി മാറും. സമം. ഇപ്പൊ ഈ സമത്തിന്റെ അപ്പുറത്തേക്ക് ആരേ ഉള്ളൂ? 15 മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് കിടക്കുന്ന 12, മുമ്പിൽ ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ പ്ലസ് ആണ് കേട്ടോ. ഇവിടെ പ്ലസ് ആണ് ചെയ്യുന്ന ഓപ്പറേഷൻ അല്ലേ? പ്ലസ് ആണ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ 12ന്റെ മുമ്പിലുള്ള ആള് പ്ലസ് ആണ്. ഈ 12 സമം എന്ന് പറയുന്ന മാന്ത്രിക വാതിൽ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. അപ്പൊ അതെന്താ കൂടാ? പ്ലസ് 12 എന്നുള്ളത് മൈനസ് 12 ആകും. ഓക്കെ, 4xൽ നിന്ന് 1x കുറച്ചാൽ, ഞാൻ പറഞ്ഞു എക്സിനെ സംഖ്യകളായിട്ടോ വസ്തുക്കളായിട്ടോ ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടും. എക്സ് ഞാനിവിടെ പേനയായി ചിന്തിക്കുന്നു. അപ്പൊ എന്താ? എക്സിനെ ഞാൻ പേനയായി ചിന്തിച്ചാൽ 4 പേനയിൽ നിന്ന് 1 പേന, 4 പേനയിൽ നിന്ന് 1 പേന പോയാൽ ബാക്കി 3 പേന. 15ൽ നിന്ന് 12 പോയാൽ ബാക്കി 3 പേനകൾക്ക് 3 രൂപയാണെങ്കിൽ 1 പേനയ്ക്ക് എത്ര? എക്സ് എത്ര? ഓക്കെ, എക്സിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന 3നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന 3 അത് ഗുണനം 3 ആണ് അല്ലെ? 3 മടങ്ങാണ് എക്സിന്റെ, അതായത് ഇൻറ്റു 3 ആണ്. ഈ ഗുണനം 3നെയാണ് നമ്മൾ അപ്പുറത്തേക്ക് മാറ്റുന്നത്. അതെന്തായി മാറും? അപ്പോൾ സമം എന്ന് പറയുന്ന മാന്ത്രിക വാതിൽ കടന്നു പോകുന്നു, അത് ഹരണമായി മാറുന്നു. ഗുണനം ഹരണമായി മാറുന്നു. അപ്പൊ 3/3 മുകളിലും താഴെയും ഒരുപോലെ വന്നാൽ അവനാണൊന്ന്. ഒരു ഭിന്നസംഖ്യയുടെ മുകളിലും താഴെയും ഒരേ ആളാണെങ്കിൽ അയാളാണ് 1. ഓക്കെ, അപ്പൊ എക്സിന്റെ വില നമുക്ക് കിട്ടി 1. എന്താ ഈ എക്സ് എന്ന് പറയുന്നത്? ചേർക്കേണ്ട വെള്ളപ്പന്തുകളുടെ എണ്ണം, ചേർക്കേണ്ട വെള്ളപ്പന്തുകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ 3 പന്തുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന വെള്ളപ്പന്തുകൾ. നമ്മൾ 1 പന്തും കൂടി ചേർക്കുന്നു. ഇപ്പം എന്തായി? ആകെ ഉണ്ടായിരുന്ന 15 പന്തുകൾക്കൊപ്പം ഈ ഒരു വെള്ളപ്പന്ത് കൂടി കൂടില്ലേ? അപ്പോൾ 15ന്റെ കൂടെ ഈ ഒരു വെള്ളപ്പന്ത് കൂടും. അപ്പൊ ആകെ എന്തായി? ആകെ വെള്ളപ്പന്തുകൾ 4, അതിലാകെ പന്തുകൾ 16. ചെറുതാക്കി നോക്കാം. 1/4 കിട്ടുന്നുണ്ടോ നോക്കണല്ലോ. നമ്മൾ ചെയ്ത കണക്ക് വെച്ച് ശരിയാ, എന്നാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 4/16 ചെറുതാക്കിയാൽ 4ൽ എത്ര 4കൾ? 4ൽ എത്ര 4കൾ? 4ൽ ഒരു 4. താഴെ കിടക്കുന്ന 16ൽ എത്ര 4കൾ? താഴെ കിടക്കുന്ന 16ൽ 4 4കൾ കിട്ടി അല്ലേ? 1/4 കിട്ടിയില്ലേ? അപ്പൊ എത്രയാണ് നമ്മൾ അധികം ചേർക്കുന്നത്? അധികം ചേർക്കുന്ന വെള്ളപ്പന്തുകളുടെ എണ്ണം അത് 1 ആണ്. ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ മക്കളെ?